ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് നമ്മളെ ഡ്രസ് കളക്ഷൻസും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം രാവിലെ എണീച്ച പോലെയല്ല, എണീച്ച് പല്ലെല്ലാം തേച്ച് കാലി ചായ കുടിക്കുവാന്ന്. അത് കഴിഞ്ഞിട്ട് ഇതാ നല്ല നൂൽപുട്ടും മുട്ടക്കറി ഉണ്ടായിരുന്നു, അതും കഴിച്ചു. നല്ല നേർത്ത സോഫ്റ്റ് ഇടിയപ്പമായിരുന്നു കേട്ടോ. അപ്പം പകുതി മുട്ട റിക്കൂട്ടിനും കൊടുത്തു, ബാക്കി ഞാനും തിന്നു. അങ്ങനെ നമ്മൾ ചായ കുടി കഴിഞ്ഞ്. അപ്പം അങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോൾ റിക്കൂട്ടനും അമ്മയും കൂടിയിട്ട് ഇതാ കാര്യമായ പണിയിലാണ്. ചെടിക്കെല്ലാം വെള്ളം നനക്കുന്നതാണ് കേട്ടോ. അപ്പം റിക്കൂട്ടിന് ഇതാ ഓൻ പരമാവധി വെള്ളം അവിടെ കൊണ്ട് തട്ടിയിട്ടുണ്ട്. അപ്പം ഇത് സാധാ വെള്ളമല്ല, മീൻസ് അങ്ങനെയല്ല, ഇത് എന്നപ്പം നമ്മളെ പച്ചക്കറിക്ക് ഒഴിക്കുന്ന അമ്മ എന്തല്ലോ പച്ചക്കറീൻ്റെ വേസ്റ്റ് സംഭവങ്ങൾ അതെല്ലാം ഇട്ടിട്ടുള്ള പിന്നെ പിണ്ണാക്കില്ലേ അതും കലക്കിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. മിക്കൂട്ടം പിന്നെ വെള്ളം കണ്ട ഫുൾ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ബക്കറ്റിൽ തന്നെ ആയതുകൊണ്ട് അങ്ങനെ വെള്ളം മേത്താകാനും അങ്ങനെയൊന്നും ഇതൊക്കെ ഒന്നുമില്ല. പിന്നെ കുറച്ച് വെള്ളം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് കൊണ്ടൊരു ചെടിക്ക് ഒഴിക്കും, തിരിച്ചു വരും, അങ്ങനെയാണ്. അപ്പം അമ്മ ഈ മൊത്തത്തിലുള്ള വെള്ളം എടുത്തിട്ട് ചീരക്ക് നനക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് ചട്ടിയിൽ നട്ടതുണ്ടായിരുന്നു. അപ്പം അമ്മ അപ്പുറത്തുള്ളത് പൊരിച്ചിട്ട് കുറച്ച് ചട്ടിയിലും അങ്ങനെ ആക്കിയിട്ട് നടന്നതാണ്. പിന്നെ രാവിലെ തന്നെ വെള്ളം വന്നു, ജപ്പാൻകുടി വെള്ളം വരുന്നുണ്ട്. അപ്പം അതിൽ നമ്മൾ അലക്കും. അപ്പം അത് വന്നുകൊണ്ട് തന്നെ എല്ലാം കൂടി എടുത്തിട്ട് വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയിട്ടുണ്ടായിന്. അപ്പം ഇന്ന് ഞാൻ എണീക്കുന്ന മുന്നേ അച്ഛൻ ആറിയിടെല്ലാം കഴിച്ചിന് കേട്ടോ. അങ്ങനെ റിക്കോർഡ് ചെയ്ത് അമ്മമ്മേൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. ഇങ്ങനെ പിന്നാലെ കുട്ടാപ്പി എന്ന് പറഞ്ഞ് പോകും കേട്ടോ.
അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് നടുക്കാന്ന് ഞാൻ കണ്ടത് അമ്മ ഒരു മുളക് പഴുത്തിട്ടുണ്ടെന്ന്. അപ്പം അമ്മ അത് അപ്പം തന്നെ പറിച്ചെടുത്തു കേട്ടോ. എന്നിട്ടിതാ പിന്നെ നമുക്ക് കുറച്ച് കയ്പക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ 2-3 കുഞ്ഞി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മ ഉണ്ടാക്കി കയ്പക്ക. ഇത് നല്ല തേങ്ങയെല്ലാം അരച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കയ്പൊന്നും അടിക്കില്ല. എനിക്ക് പൊതുവേ കയ്പക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇതിലോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മ കെട്ടി വെച്ചത് അമ്മ എന്നോട് ചോദിച്ചു അയക്കണോ, അയച്ചിട്ട് കാണിച്ചോ എല്ലാവർക്കും എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, സാരമില്ല, ഇങ്ങനെ തന്നെ മതി. പിന്നെ ഇത് കെട്ട് കഴിച്ച് ഇതൊക്കെ പണിയല്ലേ. ഒക്കെ ഇത് അപ്പോഴേക്ക് നമ്മളെന്താ മണ്ണെല്ലാം കടന്ന് ഉരുണ്ട് പരണ്ടിട്ടെല്ലാം അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷൻ ഓഫ് ചീരക്ക് നമ്മൾ വെള്ളം ഒഴിക്കുവാന്നേ. അങ്ങനെ അമ്മേൻ്റെ ഒരു നന കഴിഞ്ഞ് അതിനുശേഷം റിക്കൂട്ടൻ ഇത് ആ സാധനം പൊക്കിപ്പിടിച്ച് പോയിട്ട് പിന്നെ അതിൽ കുറച്ച് വെള്ളം എടുത്ത് വന്നിട്ടുണ്ട്. ബാക്കി പരിപാടി റിക്കൂട്ടൻ വെള്ളം ഒഴിക്കലാണ് കേട്ടോ. അവന് പറ്റുന്നത് പോലെ ഒരു കോപ്പേൻ്റെ ഒരു കാഭാഗം വെള്ളം എടുത്തത് വെച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു അമ്മ പൂജയെ വാ കാണിച്ചു തരാമല്ലോ, ഞാൻ കാണിച്ചു തരാമല്ലോ, ഈടെ ചീരയുണ്ട് എന്നെല്ലാം പറഞ്ഞാൽ എന്നെ കൂട്ടിയിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ വെള്ളമൊഴിക്കൽ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞാൻ അതിൻ്റെ അടുക്ക് നമ്മളെ ചുരിദാർ മെറ്റീരിയലില്ലേ അതിൻ്റെ സ്റ്റോക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ചെക്ക് ചെയ്തതാണ്. ഗുജറാത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം അതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ അവിടെ എത്തിയെന്നുള്ളത്. അപ്പം ഉച്ചക്ക് ശേഷമാണ് വരിക എന്ന് പറഞ്ഞത്. അപ്പോൾ അച്ഛ വത്തക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ എനിക്ക് മുറിച്ചിട്ടുണ്ടെന്ന് റിക്കൂട്ടന് ജ്യൂസാക്കിയിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല കുട്ടിയായിട്ട് കുടിക്കുന്നുണ്ട്. അപ്പം വെള്ളം നനക്കുമ്പം വെള്ളം നനഞ്ഞിട്ട് ചീരക്ക് വെള്ളം നനക്കുമ്പോൾ മേല് വെള്ളം നനഞ്ഞുകൊണ്ട് ഡ്രസ്സ് മാറ്റി കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോഴേക്കാന്ന് അച്ഛൻ വത്തക്കയും കൊണ്ടുവന്നത്. പിന്നെ അതിൻ്റെ വെള്ളമെല്ലാം കൂടി മേത്താക്കിയിട്ടാണ് റിക്കൂട്ടൻ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ആ ഡ്രസ്സ് ഊരി അലക്കാനായിട്ട്
ഡ്രസ്സിന് പുതിയ കുപ്പായം തന്നെ റിക്കുവിന് പുതിയ കുപ്പായം ഇട്ടിട്ട് അതാ മുറ്റത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനി മുതൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ റിക്കുവിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ മറ്റേ ഞാൻ റിക്കുവിന് അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് വോയിസ് ഓവർ കൊടുക്കൽ. പക്ഷേങ്കിൽ ഇപ്പം അവൻ അമ്മേൻ്റെ അടുത്ത് നിൽക്കൊന്നുമില്ല, ഓടി വന്ന് വാതിൽ തുറന്ന് തരും കേട്ടോ. അപ്പോൾ അങ്ങനെ റിക്കുവിന് പുതിയ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് കിൻഡർ ജോയ് വാങ്ങിയപ്പോൾ കിട്ടിയൊരു മോതിരമുണ്ട്, അതും എടുത്തിട്ടാണ് റിക്ക് കളിക്കുന്നത് കേട്ടോ. അതങ്ങനെ തന്നെയാ. നാലിടരുത്. കയ്യിലിട്, കയ്യിൽ എന്നാ കയ്യിലിട്. അങ്ങനെ റിക്കൂട്ടൻ ആ മോതിരം എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഞാനതെൻ്റെ കുഞ്ഞ് വിരലിട്ടിട്ടുണ്ട്. നിന്നേട്ടൻ തന്ന ഗോൾഡ് മോതിരം, റിക്കൂട്ടൻ തന്ന ഡയമണ്ട് മോതിരം. അങ്ങനെയുണ്ട്, നല്ല രസമില്ലേ? അങ്ങനെ പിന്നെ റിക്കൂട്ടനെ പിടിച്ച് അകത്താക്കി. ഓൻ പരമാവധി പറ്റുന്ന കുരുത്തക്കടെല്ലാം ആ സമയത്തുള്ളിൽ എടുക്കുന്നുണ്ട്. ഇപ്പം എടുത്തത് ഭസ്മാണ് കേട്ടോ. 2 ടൈപ്പ് ഓഫ് ഭസ്മമുണ്ട്, ഒന്ന് ചുവപ്പും ഒന്ന് വെള്ളയും. അങ്ങനെ രണ്ടും എടുത്തു. ഇനി അത് നേരെ അതുപോലെ വെക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ മൂപ്പര്. അപ്പോൾ താഴെ ഒരു ടീപ്പോയ് ഉണ്ട്, അതിൻ്റെ താഴെ ഒരു ചെയറുണ്ട്. അങ്ങനെ അതെല്ലാം കടന്നിട്ടാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയത്. അപ്പോൾ ടീപ്പോയിന്ന് താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം ചെരുപ്പെല്ലാം കൂട്ടിയിട്ട് വലിച്ചെറിയുന്നുണ്ട്, എന്നിട്ടാണ് താഴേക്ക് ഇറങ്ങുന്നത് കേട്ടോ. എൻ്റെ അറ്റത്തെ ഔട്ടല്ല. അങ്ങനെ താഴെ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ് ആ വലിച്ചെറിഞ്ഞ ചെരുപ്പ് എടുത്തിട്ട് ചെരുപ്പ് വെക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെക്കാം. അപ്പോൾ അവിടെ നമ്മളെ വർക്കേരിയയിലാണ് വെക്കൽ. ഓനത് അടുക്കളയിൽ ചാടിയിട്ട് തിരിച്ചു വന്നു. അങ്ങനെ റിക്കോർഡിനെ കിടത്തി ഉറക്കി കേട്ടോ. പിന്നെ ഞാൻ അതിന് ശേഷം നമ്മൾ റീൽസ് കുറച്ച് എഡിറ്റ് ചെയ്യാനും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു, അപ്പണെല്ലാം ചെയ്തു. അപ്പോഴേക്ക് റിക്കോർഡിന് ഉറങ്ങി എണീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ വേസ്റ്റ് വെള്ളം പോകുന്നതിൻ്റെ അടുത്ത ഒരു പൈപ്പ് പോലത്തെ സംഭവമില്ല, ഇത് ഞാൻ തുറക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, വേഗം ഓടിക്കോന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പുറത്തിടുന്ന വലിയ ചെരുപ്പുണ്ട്, അത് ഇട്ടിട്ടാണ് നടക്കുന്നത്. അമ്മ എപ്പം പറയും, അമ്മ പണ്ട് ചെറുപ്പത്തിൽ, അതായത് 2 അമ്മ കേട്ടോ, ചെറുപ്പത്തിൽ ഇതുപോലെ വലിയ ആളെ ചെരുപ്പ് ഇട്ടിട്ട് നടക്കല്, അതേ ഇത് തന്നെയാണെടാ എനിക്കും കിട്ടിയതിൻ്റെ എപ്പം ചോദിക്കും കേട്ടോ. അപ്പം റിക്കുവിന് ഈ പറഞ്ഞ പോലെ വലിയ ആളെ ചെരുപ്പിട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ റിക്കുവിന് ചോറെടുത്തിട്ടുണ്ട്. അളവൊന്നും കണ്ടിട്ട് ആരും പേടിക്കണ്ട, അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഒന്ന് തിന്നും കേട്ടോ. ഉണ്ടാക്കിയ എല്ലാ കറിയിൽ നിന്നും കുറച്ച് അമ്മ അതിൽ വിളമ്പിയിട്ടുണ്ട്. അപ്പം റിക്കുവിന് അതെല്ലാം തിന്നുവാന്ന് പഠിച്ചവനും ഓനും മാത്രമേ അറിയും കേട്ടോ.
എനിക്ക് തോന്നി ആദ്യമായിട്ടാണ് റിക്കൂട്ടൻ നമ്മളെ എന്താ കൂന്തലില്ല അത് കഴിക്കുന്നുണ്ടെന്ന്. അപ്പം അതിൻ്റെ പേരറിയാത്തതുകൊണ്ട് പിന്നെ നമുക്ക് ഇത് എന്താപ്പാ നമ്മളെ നത്തലില്ല അതും ഉണ്ടായിരുന്നു. അപ്പം നത്തലെടുക്കും പോകുമ്പോൾ പറയും മറ്റേതെന്ന്. അങ്ങനെ പുതിയൊരു മീനായതുകൊണ്ട് അത്യാവശ്യം ചാച്ച തിന്നുന്നുണ്ടായിന് കേട്ടോ. പിന്നെ അത് മാത്രമല്ല എന്താ പലതരം കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കഴിപ്പിക്കുന്നത്. അപ്പോൾ എടുത്ത ചോറിൽ ഇത്രപ്പോരം കാര്യങ്ങൾ റിക്കൂട്ടൻ തിന്നിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഇതാ ആള് വളപ്പിലെത്തി. പിന്നെ അങ്ങനെ നിർബന്ധിച്ച് അങ്ങനെ ഉന്തി കൊടുക്കലില്ല. ആവശ്യത്തിന് നമുക്ക് മനസ്സിലാവില്ല ഏകദേശം വയറ് നിറഞ്ഞെന്ന്. അപ്പം ഞാൻ നിർത്തി കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനും ഫുഡ് കഴിക്കാൻ പോയി. ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ സംശയം. ഓക്കെ, അങ്ങനെ പിന്നെ റിക്കൂട്ടൻ എന്താ പറയണ്ടേ, കല്ലെല്ലാം പെറുക്കിയിട്ട് അവിടുന്ന് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വണ്ടിയെല്ലാം എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, നേരത്തെ ഫുഡ് കൊടുക്കുന്ന വീടിൻ്റെ അടുത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് റിക്കൂട്ടൻ്റെ മുഖം അതിൽ കാണുന്നുണ്ടായിട്ടില്ല. അത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പോൾ വേഗം കട്ടാക്കിയത് കേട്ടോ. അങ്ങനെ റിക്കൂട്ടൻ വണ്ടിയിലിട്ടിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. റിക്കൂട്ടിനിപ്പോൾ എന്തിനാ ഓടി വന്നതെന്ന്, റോട്ടിലേക്ക് കൂടി ഒരു വണ്ടി പോയിട്ടുണ്ടായിന്. അപ്പം ഇവൻ പെട്ടെന്ന് വിചാരിച്ച് ഇങ്ങോട്ടേക്ക് കയറി വരുന്നതാണ്. അങ്ങനെ പേടിച്ചിട്ട് ഓടി കയറിയതാണ്. അപ്പം പേടിയെല്ലാം ഉണ്ട്. അങ്ങനെ റോട്ടുമ്മലേക്ക് എന്തോ മെസ്സേജ് വന്നു. റോട്ടുമ്മലേക്ക് അങ്ങനെ എന്താ പറയണ്ടേ കയറി പോകുന്നില്ല. അവിടെ കുറച്ച് പകുതിക്ക് വരെ പോകും, അപ്പോൾ അവിടെ തിരിച്ചു വരും കേട്ടോ. അതുകൊണ്ടൊരു സമാധാനമാണ്. അങ്ങനെ പിന്നെ ഞാനും റിക്കൂട്ടനും അകത്ത് കയറി. നമ്മളിങ്ങനെ തുണീൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഒളിച്ച് കളിക്കും കേട്ടോ. അപ്പോൾ അതാന്നൊരു തുണിയല്ല എൻ്റെ മേത്ത്. റിക്കൂട്ടൻ എന്തിനാ കരഞ്ഞത് എന്ന് എനിക്ക് ഓർമ്മയില്ല. ചിലപ്പം ഞാൻ വെറുതെ കടിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടാകും. ഓൻ അതിനെല്ലാം കരയും കേട്ടോ. എന്തിനാ കരഞ്ഞതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. കണ്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ റിക്കൂട്ടനും ഇങ്ങനെ കളിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഉറക്ക് വന്നിട്ട് ഉറക്ക് തൂക്കി നിൽക്കുവാണേ. ഇവൻ പിന്നെ ഓൾറെഡി ഉറക്ക് കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇനി എന്തായാലും ഉറങ്ങാൻ വിടുവൊന്നുമില്ല. അങ്ങനെ ഞാനൊന്ന് ഉറങ്ങി നിൽക്കുമ്പോഴായിരുന്നു നമ്മളെ പുതിയ കളക്ഷൻ പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇനിയിപ്പം ഉറക്കമൊന്നുമില്ല. ഇതിൻ്റെ ബാക്കി വീഡിയോസ് കാര്യങ്ങളെല്ലാം എടുക്കണം. അപ്പം നമുക്ക് നമ്മളെ കളക്ഷൻ കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു അച്ചാച്ചനായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായത്. ഞാനപ്പോൾ അങ്ങോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പം ഓറ് പറഞ്ഞ മോളെ കനമുണ്ട്, ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുതരാമെന്ന് പറഞ്ഞ് നേരെ കൊണ്ടുവന്ന് നമ്മളെ കോനയിൽ വെച്ച് തന്നു കേട്ടോ. അപ്പോൾ റിക്കൂഡിന് പിന്നെ എക്സൈറ്റഡായി. അപ്പം ഞാൻ കത്രിക എടുത്ത് വരുമ്പോഴേക്ക് മൂപ്പർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിന് കേട്ടോ. ഞാൻ മുറിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഓക്കെ മുറിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാനത് കത്രിക കൈ കൊടുത്ത്. കാരണം എനിക്കറിയാം അവന് മുറിക്കാൻ അറിയില്ല എന്ന്. അപ്പം തൽക്കാലം വെറുതെ സമാധാനിപ്പിക്കാൻ കൊടുത്താൽ മതിയല്ലോ. അപ്പം ഓൻ മുറിച്ചതിൻ്റെ സന്തോഷമാണ് കാണുന്നത്. അതിൻ്റെ അറ്റത്ത് നമ്മൾ കെട്ടി വെക്കുന്ന ഒരു നൂലൊരു സംഭവമില്ല. അപ്പോൾ അതാണ് അവൻ മുറിക്കാൻ ശ്രമിക്കുന്നത്. മുറിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതിൻ്റെ മുകളിലെല്ലാം ഇരുന്നിട്ട് പണിപ്പെട്ട് മുറിക്കാൻ നോക്കുന്നുണ്ടായില്ല കേട്ടോ. പിന്നെ എൻ്റെ ഭാഗ്യത്തിന് കറക്റ്റ് സമയത്ത് അച്ഛൻ തേങ്ങ വിൽക്കാൻ പോകുന്നുണ്ടേനു. അന്നേരം റിക്കൂട്ടനെ വണ്ടി കയറ്റി കേട്ടോ. അപ്പം എൻ്റെ മനസ്സിലൊരു ചിന്തയേ ഉള്ളായിരുന്നുള്ളൂ, ഇവൻ പോയി വരുമ്പോഴേക്ക് എൻ്റെ പണി തീർക്കണം എന്ന്. അതായത് നമ്മളെ വീഡിയോ എടുക്കൽ തീർക്കണം എന്നുള്ളത്. അല്ലേ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അതും ഇതിങ്ങനെ വലിച്ചുകൊണ്ട് നിൽക്കുമല്ലോ. അപ്പം നമ്മൾ ഓട്ടോ ഡ്രൈവർ തേങ്ങേൻ്റെ വിലയും കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ റിക്കൂട്ടൻ പോയി പണി തുടങ്ങി. അപ്പം ഞാനും അമ്മയും പറഞ്ഞ് ചിരിക്കുവാന്ന്. അമ്മേനോടും ഞാൻ പറഞ്ഞു വേഗം പോയി പണി നിർത്തുമെന്ന്.
പിന്നെ ഞാൻ നേരെ നമ്മൾ ഓൾറെഡി ഞാനിങ്ങനെ പുതിയ കളക്ഷൻ്റെ ഫോട്ടോസ് സ്റ്റാറ്റസും നമ്മളെ ഇൻസ്റ്റയിൽ സ്റ്റോറിയും പിന്നെ ഞാൻ യൂട്യൂബിലും കമ്മ്യൂണിറ്റി ടാബിലെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കിട്ടിയ ഓർഡറിൽ ഓരോരുത്തർ പറഞ്ഞു വെച്ചത് ഏതാണെന്ന് മീൻസ് പേയ്മെൻറ്റ് ചെയ്ത് ഞാൻ ഓൾറെഡി ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ട് വെപ്പിക്കലുണ്ട്. അതായത് വേണമെന്ന് പറഞ്ഞവരെ കൊണ്ട് പേയ്മെൻറ്റ് ചെയ്ത് വെപ്പിക്കും. കാരണം അല്ലാണ്ട് നമ്മൾ സ്റ്റോക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നീട് അവരത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും. അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റോക്ക് വന്നിട്ടാകുമ്പോൾ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാമെന്ന് കേട്ടോ ചെയ്യൽ. അപ്പം സ്റ്റോക്കെല്ലാം ചെക്ക് ചെയ്ത് നോക്കി എല്ലാം ക്ലിയറാണ്. അങ്ങനെ പിന്നെ ഓരോരുത്തർക്ക് ഏതൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞത് ഞാൻ എല്ലാം കൂടി ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുവാണ്. ബാക്കി ഏത് എത്രയാണ് ഉള്ളത് എന്ന് അങ്ങനെ എല്ലാം നോക്കിയിട്ട് വെക്കുവാണ് കേട്ടോ. അപ്പം വീഡിയോ ഫോട്ടോ എല്ലാം കണ്ടിട്ട് നമ്മളേന്ന് ഓർഡർ എടുക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകുന്നുണ്ട് കേട്ടോ. അപ്പം സ്റ്റോക്ക് എന്തുകൊണ്ടാണ് കുറവെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള പൈസ കുറച്ച് പൈസ ഉള്ളത് ഞാൻ ഇട്ടിട്ട് അങ്ങനെ ഓർഡർ എടുക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ചെറിയൊരു ലാഭമാണ് ഉണ്ടാവുക തൽക്കാലത്തെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പം ആ പൈസ ബാക്കി വെച്ചിട്ട് പിന്നെയും അതേ എമൗണ്ട് ഇട്ടിട്ട് പിന്നെയും പ്രൊഡക്റ്റ് എടുക്കും. പിന്നെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെയാണ് എടുക്കുന്നത്. അതിൽ പിന്നെ കുറച്ച് പേര് മീൻസ് നാട്ടിലുള്ളവരെല്ലാം പൈസ പിന്നെ തരാം മീൻസ് സാലറി കിട്ടി തരാമെന്ന് പറഞ്ഞവരെല്ലാം കുറച്ച് അങ്ങനെ 500, 1000, 3000 വരെ എല്ലാം കിട്ടാനുള്ള പൈസയെല്ലാം ഉണ്ടാകും. അപ്പം അങ്ങനെയെല്ലാം ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അടുത്ത് പെട്ടെന്ന് ഓർഡർ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റോക്ക് ഇനിയിപ്പോൾ വരാനുണ്ട്. ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. അവർ നമുക്ക് പുതിയ ഫോട്ടോസൊക്കെ അവർ അയച്ചു തരും. കണ്ടിട്ട് നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ആയിട്ടില്ല. ഇനിയിപ്പം ഇതിലിനി കുറച്ച് ഇതും കൂടിയാണ് നമുക്ക് പോകാനുള്ളത്. അതും കൂടി പോയി കഴിഞ്ഞ് പിന്നെ ഇപ്പം എൻ്റെ ആൻറ്റീൻ്റെ മോൻ്റെ കല്യാണമെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചിലവും കാര്യമെല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് പ്രൊഡക്റ്റ് എടുക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റോക്ക് ഉടനെ എടുക്കാം കേട്ടോ. അപ്പം ഇപ്പം കിട്ടാത്തവരാരും വിഷമിക്കണ്ട. നമ്മൾ അടുത്ത ബാട്ടിക് പ്രിൻ്റ് സ്റ്റോക്ക് നമുക്ക് നോക്കട്ടെ. ഇൻഷാ അല്ലാ അങ്ങനെയല്ലേ പറയലേ. നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ റിക്കൂട്ടൻ അമ്മേൻ്റെ അമ്മ കൊടുത്തിട്ട് ഞാൻ എൻ്റെ അടുത്ത ഫാഷൻ പരേഡ് തുടങ്ങി. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഇതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതാണേ. നമ്മളെ കളക്ഷനിൽ ഉള്ളതായിരുന്നു. കുറേ ഞാൻ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു. പക്ഷേ അപ്പോഴേക്ക് കുറച്ചെല്ലാം സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ എന്തായാലും കട്ട് ചെയ്ത് വിടുവാണ്. ഇനിയിപ്പോൾ ഉള്ള സ്റ്റോക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ അജ്രക് പ്രിൻ്റിൽ വരുന്നത്. പൂക്കളം ഡിസൈനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ കേട്ടോ. അങ്ങനെ പുറകിലെല്ലാം മൊത്തത്തിൽ സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും മെറ്റീരിയൽ കാണാം. രണ്ടും സെയിം കേട്ടോ. സെയിം പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. അപ്പം ഇപ്രാവശ്യത്തെ കളക്ഷൻ്റെ അകത്ത് ടോപ്പ് വേറെയും പാൻറ്റും ഷോളും സെയിമും അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ ഷോള് വരുന്നത്. നല്ല സുഖമായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഷോളാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലാക്കും റെഡും വരുന്നതാണ്. ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഇതുപോലെ വരും കേട്ടോ. പിന്നെ ഇതിൻ്റെ പാൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ്. ഡിസൈൻ പ്രിൻറ്റ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വലിയ ക്ലിയർ ഇല്ല. ഇതാണ് പ്രിൻറ്റ് വരുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ഷോളും കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാൻറ്റും ഷോളിൻ്റെയും തുണി സെയിം ഡിസൈനിലാണ് വരുന്നത്. കണ്ടില്ല, നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ഷോളൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുത്തത് ഈ ഒരു ഇതാണ്. ഇതിൽ ഇലയിൻ്റെയും പൂവിൻ്റെയും അങ്ങനെ എന്തെല്ലോ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. കളറ് നമ്മൾ ആഷ് കളർ എന്നെല്ലാം പറയില്ല, അതിൻ്റെ വേറൊരു കളർ അങ്ങനെ വരും. പിന്നെ ആർക്കും വേണമെങ്കിൽ താഴെക്കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി. ഞാൻ ഫോട്ടോ അയച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് ഷോള് വരുന്നത്. പിന്നെ നമ്മൾ അടുത്തൊരു ഇതാണ് ഈ ഒരു പീക്കോക്ക് കളർ വരുന്നതാണ്. നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് ടോപ്പ് വരുന്നത്. പിന്നെ അതിൻ്റെ പാൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ് മെറ്റീരിയൽ. പിന്നെ അതിൻ്റെ ഷോൾ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസ് എന്ന് പറയുന്നത്. 4 പീസേ ഉള്ളൂ. അപ്പോൾ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോസ് എല്ലാം എടുത്ത് കഴിയുമ്പോഴേക്ക് റിക്കു പിന്നെ അച്ഛൻ്റെ ഒന്നിച്ച് കടയിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ ഐസ്ക്രീമും വാങ്ങിയിട്ട് വന്നു കേട്ടോ. ഒരു ഫാമിലി പാക്ക് വലുത് വാങ്ങിയിട്ടാണ് വന്നത്. നമ്മളെന്താ പറയുക, തേങ്ങ വിറ്റ പൈസക്ക് വാങ്ങിയിട്ട് വന്നതാണ്. പിന്നെ അപ്പോഴേക്ക് ഞാൻ പിന്നെ ബാക്കിയുള്ളത് ആ സമയത്ത് ബാക്കിയുള്ള ഇതെല്ലാം എടുത്തിട്ട് ഇതുപോലെ ബാഗിലാക്കിയിട്ട് വെച്ചു. പിന്നെ ബാക്കി കൊടുക്കാനുള്ളതിൻ്റെ എല്ലാം പാക്കാക്കിയത് വേറെ വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം അഡ്രസ്സ് എഴുതണം. അതിപ്പോൾ രാത്രിക്ക് എഴുതാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മളെ ഇന്നത്തെ ഒരു ദിവസത്തെ ഡിസ്പാച്ചിങ് എന്ന് പറഞ്ഞാൽ ഇത്രയും പാക്കറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഞാൻ കോലായെല്ലാം വൃത്തിയാക്കുവാന്ന്. അപ്പം നിൽക്കൊണ്ട് അതിൻ്റെ അടുക്ക് അതിൻ്റെ കെട്ടിയ സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ മുറിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇവർ രണ്ടാളും ഇങ്ങനെ അവാർഡ് വരുമ്പോൾ അതിങ്ങനെ മുറിച്ച് നിൽക്കുന്നുണ്ട്.
അച്ഛൻ പൊതുവെ കത്രിയൊന്നും കൊടുക്കലില്ല. പിന്നെ അവൻ അങ്ങനെ അത് പിടിച്ച് പിടിക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇരുന്ന് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കൊടുത്തതാണ്. പിന്നെ ഞാൻ ഐസ്ക്രീം കഴിച്ചു. എന്നിട്ട് നേരെ കുളിക്കാൻ പോയി. കുളിച്ച് വരുമ്പോഴേക്ക് റിക്കൂട്ടനും അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പുറത്ത്. പിന്നെ ഞാൻ ഓർഡർ കൊടുക്കുകയും മെസ്സേജ് അയക്കുകയും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് സ്ലിം ടീൻ്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ കുളിച്ചതിന് ശേഷം നമ്മൾ ചായ കുടിക്കാനിരുന്നു. അപ്പം ചോളം പുഴുങ്ങിയതും ബിസ്ക്കറ്റും പിന്നെന്തായിരുന്നു റസ്ക് അങ്ങനത്തെ സംഭവങ്ങളിലാണുള്ളത്. അപ്പം ക്രീം ബിസ്ക്കറ്റായിരുന്നു. അങ്ങനെ റിക്കു ക്രീം എന്നിട്ട് ബിസ്ക്കറ്റ് അവിടെ വെച്ചതാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ ചായ കുടി കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് തിരക്കായിരുന്നു ഫോണിൽ. അങ്ങനെ പിന്നെ റിക്കു ചോറിൻ്റെ സമയത്ത് ബിസ്ക്കറ്റ് എടുത്ത് തിന്നുവാണേ. പിന്നെ ഓന് പിന്നെ കുറച്ച് ചോറ് എങ്ങനെയല്ലോ വാരി കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ ചോറ് കഴിക്കാനിരുന്നു. നല്ല വെള്ളരിക്ക കറിയും കൂന്തൽ വറവും കൂന്തൽ ഫ്രൈ എല്ലാം ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റിക്കൂട്ടിനും അമ്മമ്മയും കളിയായിരുന്നു. പിന്നെ റിക്കൂട്ടിന് ഉറക്കം വന്നിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ ഞാൻ വേഗം ഫുഡ് കഴിച്ചിട്ട് റിക്കൂട്ടിനെ ഉറക്കാൻ നോക്കുവാണ്. അപ്പം അവൻ്റെ കളിസാധനങ്ങളെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം എല്ലാം വിരിക്കുകയെല്ലാം ചെയ്തിട്ട് റിക്കൂട്ടിനെ അങ്ങനെ ഉറക്കി കേട്ടാം. ഇനിയാണ് എൻ്റെ മെയിൻ പണിയുള്ളത്. നമ്മളെ അഡ്രസ്സെല്ലാം തെറ്റാണ്ട് നമ്മളെ പാക്കറ്റിൽ എഴുതി വെക്കൽ. പിന്നെ അപ്പം അങ്ങനെയല്ലാണ്. അപ്പോൾ നമ്മൾ സ്ലിം ടീൻ്റെ ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഐഡിയും പാസ്വേഡെല്ലാം വെച്ചിട്ട് അത് നമ്മൾ കയറിയിട്ട് ചെയ്താൽ മതി. ലാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പിന്നെ അന്ന് ആ സമയത്ത് പഠിക്കുമ്പം വാങ്ങിയ ലാപ്ടോപ്പ് അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ആവശ്യത്തിന് മാത്രമേ അതിപ്പോൾ എടുക്കലുള്ളൂ കേട്ടോ. ഇടയ്ക്കുള്ള റിക്കോൻ്റെ സൗണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. എന്തായാലും ഞാൻ പറഞ്ഞത് ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ ആ പണിയും കൂടി ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ദിവസത്തെ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പം പിന്നെ എല്ലാ പണിയും കഴിയുമ്പോഴേക്ക് ഇതാ 12 മണി കറക്റ്റായിട്ടുണ്ട്. ഒരു പല്ലിയും കൂടി അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. കൂടാതെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.